ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുഴിമിന്നലിൻ്റെയാണ് കുഴികളാണ്. ഇപ്പോൾ ഈ വെടിക്കെട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് തന്നെ വരണം. അത്രയും വേറെ ഒരു പൂരങ്ങൾക്കും ഇപ്പോൾ തീരെ കാണാൻ പറ്റില്ല. പാലക്കാട് കുറേശ്ശൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം എത്രയ്ക്കായാലും വെടിക്കെട്ട്, ഈ പരമ്പരാഗത വെടിക്കെട്ട് എന്നുള്ള ആ ഒരു സിസ്റ്റം അത് വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവമാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് എത്രയോ അടുത്തിരുന്ന് നമുക്ക് കാണാറുണ്ട്. ശരിക്കും വാസ്തവത്തിൽ ആ വെടിക്കെട്ടിൻ്റെ ആ ഒരു മിന്നലിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുമ്പോഴാണ്. അത് സാധാരണ നമ്മൾ തെങ്ങാട് മൈതാനത്തിൻ്റെ ബാരിക്കേഡിന് തൊട്ടപ്പുറത്താണ് നമ്മൾ നിൽക്കാറ്. അതെല്ലാം മാറി ഇവിടുത്തെ അധികാരികളുടെ മാറ്റങ്ങളും പിന്നെ ഗവൺമെൻറ്റിൻ്റെ അതേപോലെ പെസോൻ്റെ കുറേ നിർദ്ദേശങ്ങളെല്ലാം കാരണം വെടിക്കെട്ട് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴും. ആര് അധികാരത്തിൽ വന്നാലും അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് വെടിക്കെട്ടിൻ്റെ കുഴികൾ കുഴിച്ചതിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെയാണ് കേട്ടോ. അവർ ഓൾമോസ്റ്റ് സെറ്റാണ്. സാമ്പിള് 4-ാം തീയതിയാണ്. 4-ാം തീയതി തന്നെ പാറമേക്കാവിൻ്റെ ആനച്ചമയ പ്രദർശനം ഉണ്ടാവും. അപ്പോൾ കുഴികളൊക്കെ ഇനിയും കുത്താൻ കുറേ കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുഴിമിന്നൽ കാണണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിൽ തന്നെ വരണം. വന്നു കഴിഞ്ഞാലും പഴയ കാണാനുള്ള ഒരു സുഖം കിട്ടാതെയായി. അറിയില്ല ഇനി ഏത് കാലത്താണ് നമുക്ക് അത്രയും ആസ്വദിച്ച് കാണാൻ നമ്മളുടെ ഈ റൗണ്ടിൽ നിന്നുകൊണ്ട് വെടിക്കെട്ട് കാണാനുള്ളൊരു യോഗം എന്നാ ഉണ്ടാവുക കാര്യം നമുക്കറിയില്ല. അപ്പോൾ കാര്യമായിട്ടുള്ള വെടിക്കെട്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവും. തിരുവമ്പാടി വിഭാഗമാണ്. പാറമേക്കാവ് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു 25% പൂർത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. സാമ്പിള് ഏപ്രിൽ 4-നാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇത് 28/4/2025 അപ്ഡേറ്റ് ആണ് കേട്ടോ.